ഹലോ ഗൈസ്, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് 2025 ഫസ്റ്റ് ഡേയിലെ വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ പമ്പലയിൽ നിന്ന് എൻ്റെ ജോലിയൊക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോടേക്ക് പോവുകയാണ്. കുറച്ച് പേർച്ചേസും പിന്നെ അമ്മേൻ്റെ സാരി വാങ്ങാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു മുഖത്തേക്ക്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി. ആദ്യം ഞങ്ങൾ പോയത് മാനിയാവറിലേക്കായിരുന്നു. അപ്പോൾ മാനിയാവറിൽ എനിക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ കണ്ടു അരടുത്ത പാലത്തിൽ കുറേ പരുന്ത് പറക്കായിരുന്നു. അപ്പോൾ വണ്ടിക്ക് ഇടിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ, അവർ കൂട്ടായി പറക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കല്യാൺ സിൽക്സിലേക്ക് പോയി. അവിടെയും കുറച്ച് സാധനങ്ങളൊക്കെ പരുതി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ കണ്ടോ സാരി നെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു ഹാർഡ് വർക്കാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഭയങ്കര ഇൻട്രിക്കേറ്റ് അല്ലേ. അപ്പോൾ കല്യാൺ സിൽക്സിൽ ക്രിസ്മസ് ഒക്കെ ന്യൂ ഇയറും കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഡെക്കറേഷൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ട്രീ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറേ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ സാഗർ ഹോട്ടലിലേക്ക് വിട്ടു. ആദ്യം തന്നെ 2 ചായ പറഞ്ഞു. നല്ല തലവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിശന്നായിരുന്നു വന്നത്. അപ്പോൾ ചായ കുടിച്ചിട്ട് തുടങ്ങി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊറോട്ടയും പിന്നെ നല്ല വറുത്തരച്ച നാടൻ ചിക്കൻ കറിയും 2 CDF ആണ് കേട്ടോ. ഞാനൊരു ഡൈഹാർഡ് ചിക്കൻ ഫ്രൈ ഫാനാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡിലൊന്നാണ് ചിക്കൻ ഫ്രൈ. അപ്പോൾ ഞങ്ങൾ 2 പേരും കഴിക്കുകയാണ്. ഏട്ടൻ നല്ല പൊരിച്ച ചിക്കനിലേക്ക് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പം നല്ല മൊരിഞ്ഞ പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയും ആ പൊരിച്ച ചിക്കൻ പീസും ഒരു ഉള്ളിയുടെ കഷ്ണമൊക്കെ എടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് നേരെ ഞങ്ങൾ പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ ബ്ലൗസൊക്കെ തുന്നാൻ കൊടുക്കുക SM സ്ട്രീറ്റിലാണ്. അപ്പോൾ അവിടെ അമ്മേൻ്റെ സാരി അവർ ബ്ലൗസ് പീസ് മുറിച്ചതിന് ശേഷം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് SM സ്ട്രീറ്റിലേക്ക് ഞങ്ങൾ പോകുന്നത്. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ SM സ്ട്രീറ്റിലൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നേരെ ഓപ്പോസിറ്റാണ് ഏട്ടന് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണത്. അപ്പോൾ ഏട്ടന് തീരെ ഇഷ്ടമല്ല. പിന്നെ ഇന്ന് ഈ സാരി വാങ്ങാനുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ആദ്യം SM സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ മാനാഞ്ചിറയ്ക്ക് പോന്നു. ഈ ലൈറ്റ് ഞങ്ങൾ SM സ്ട്രീറ്റിലേക്ക് പോകുന്ന വഴി തന്നെ കണ്ടു കേട്ടോ. എന്ത് ഭംഗിയല്ലേ. അപ്പോൾ SM സ്ട്രീറ്റിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ മാനാഞ്ചിറ നടന്നു വന്ന് കയറി കേട്ടോ. ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. മേ ബി ഇത് തീരാറായല്ലോ, ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളെന്നറിയോ, ഡൈനോസർ, പിന്നെ പോളാർ ബെയർ, പിന്നെ ഗ്ലോബ്, പിന്നെ 2025 എന്നുള്ളത് ലൈറ്റിൽ സ്നോമാൻ, അങ്ങനെ എല്ലാതും ഉണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഞങ്ങൾ ഉള്ളിലേക്കായിട്ടൊന്നും ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനൊന്നും നിന്നില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുറത്തൂടെ ഒക്കെ എല്ലാം ഒന്ന് കാണാമെന്ന്. പിന്നെ അവിടെ ഹാർട്ട് ഷേപ്പിൽ ഒക്കെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റിലും റെഡിലും ഒക്കെ ഹാർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ പോയോ, കണ്ടിട്ടുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കോട് എല്ലാ ന്യൂ ഇയർ ക്രിസ്മസ് ടൈമിലും ചെയ്യേണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഞാനും ഏട്ടനും കൂടെ എല്ലാം കറങ്ങി കാണാൻ എന്ത് ഭംഗിയാണ് നോക്കില്ലേ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ 2 പേരും ഫോട്ടോസൊന്നും എടുത്തില്ല. എല്ലാം കണ്ട് പോയി കേട്ടോ. പിന്നെ ഒരുപാട് നേരവും ടൈമൊന്നും സ്പെൻഡ് ചെയ്തില്ല. എല്ലാം ഒന്ന് കണ്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകൽ തന്നെയാണ്. ഇത് എത്ര ദിവസത്തോളം ഉണ്ടാവും എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് കാണുക പോയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളെയൊക്കെ കൂട്ടി പോയി കാണുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരുടെയും 2025 പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു, അതായത് റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തോ എന്നൊക്കെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ എല്ലാ വർഷത്തിലും റെസൊല്യൂഷൻ എടുക്കുന്ന ആളൊന്നുമല്ല. പിന്നെ അങ്ങനെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറയുന്നതും നല്ലൊരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ 2024 നല്ല വർഷമായിരുന്നോ അല്ലയോ എന്നൊക്കെ പറയൂ കേട്ടോ. എനിക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഇയർ ആയിരുന്നു. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ 2025. നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വർഷമായിരിക്കട്ടെ. അപ്പോൾ ബൈ ഗായ്സ്.